വിദേശത്തും ഇതര സംസ്ഥാനങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയ ശൃംഖല. വ്യാജരേഖ ചമച്ച് അവയവക്കടത്ത് നടത്തിയ കേസിൻ്റെ അന്വേഷണം നീളുന്നത് ഈ റാക്കറ്റിലേക്കാണ്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ കോട്ടയം സ്വദേശിനിയായ യുവതി കൂടി പിടിയിലായതോടെ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് സൂചന. മുംബൈയിലുള്ള അവയവ സ്വീകർത്താവിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് മായയെന്ന് പോലീസ് പറയുന്നു. മുഖ്യപ്രതി നജീബിൽ നിന്നാണ് ഈ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അവയവക്കടത്ത് സംഘത്തിൽ നിന്ന് മായ പണം കൈപ്പറ്റിയതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. അവയവക്കടത്ത് റാക്കറ്റിന് വേണ്ടി വ്യാജരേഖ ചമച്ചതിന് പിന്നിൽ കോട്ടയം സ്വദേശിനിയായ മായ എന്നാണ് പോലീസ് കണ്ടെത്തൽ. മായ റാക്കറ്റിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസ് ഇതുവരെയും 4 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈയിലുള്ള അവയവ സ്വീകർത്താവിന്റെ അടുത്ത ബന്ധുവാണെന്ന് കാണിക്കുന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് കോട്ടയം സ്വദേശിനിയാണെന്ന് പോലീസ് കണ്ടെത്തി. കേസിലെ മുഖ്യപ്രതിയായ നജീബ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നാണ് യുവതിയുടെ പങ്കിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലും വേരുകളുള്ള വലിയൊരു സംഘടിത കുറ്റകൃത്യമാണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. എന്നുള്ള ഒരാളും കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റി. കൺസെൻഷ്വൽ ആണ്. അഗൈൻ സെയിം അവർക്കൊരു പെർസെൻറ്റേജ് ഓഫ് അമൗണ്ട് അവർ കിട്ടി. അത് കിട്ടിയതനുസരിച്ചിട്ട് കുറേ ഫഡ്ജിങ് ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡിൽ. അല്ലെങ്കിൽ അത് നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ മറ്റേ 2 രീതിയിലാണ് ആർഗൻ ട്രാൻസ്ഫർ ആ റാക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഫോർ മണി വിച്ച് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ട്രേഡ്. ഓക്കെ, ഇറ്റ് ഈസ് വാളണ്ടറി ആണ്. ആ സിസ്റ്റം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞത് അത് നമുക്ക് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളെന്ന് പറയരുത്. ഇതിലൂടെ എന്താ പറയാം, അവർ ഇപ്പം അക്യൂസ്ഡ് ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുറേ ഫഡ്ജിങ് നടന്നിട്ടുണ്ട്. കേസിലെ മുഖ്യ സൂത്രധാരനായ നജീബിൽ നിന്നും കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ഡിജിറ്റൽ രേഖകൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇയാളുടെ പാസ്പോർട്ടും മൊബൈൽ ഫോണും പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. അവയവദാനം നടത്താൻ ആരെയും വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്ന് നജീബ് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി നജീബിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നജീബ് വിവിധ കേസുകളിൽ കർണാടകയിൽ ഉൾപ്പെടെ പ്രതിയാണ്. കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിലെ അന്വേഷണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വ്യാപിപ്പിച്ചു. റാക്കറ്റുമായി ഡോക്ടർമാർക്ക് ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. തട്ടിപ്പ് നടന്നത് കല്ലത്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ്. കോടികളുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സാഹചര്യത്തിൽ അവയവ കച്ചവട റാക്കറ്റുമായി ആശുപത്രിക്കുള്ള ബന്ധത്തിലാണ് അന്വേഷണം. അവയവം ദാനം ചെയ്തയാളെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ഡോക്ടർമാരുടെ അറിവോടെയാണോ റാക്കറ്റ് ഒപ്പും സീലും ഉപയോഗിച്ചതെന്നതിലും പരിശോധന നടത്തി വരികയാണ്. ജഡ്ജിമാരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചുവെന്നും കണ്ടെത്തലുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.